ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മാഹിൻ ഷൈമസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിലെ തമ്പനേൽ ക്രിയേറ്റ് ചെയ്യാനും യൂട്യൂബിലെ പ്രൊഫൈൽ മാറ്റാനും യൂട്യൂബിലെ കവർ ഫോട്ടോ മാറ്റാനും എന്നിങ്ങനെ യൂട്യൂബിൽ എന്ത് കാര്യത്തിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ആപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഈ ആപ്പിനെക്കുറിച്ച് മിക്ക യൂട്യൂബേഴ്സിനും അറിയാവുന്നതാണ്. ഇപ്പോൾ വളർന്നു വന്ന യൂട്യൂബേഴ്സിനും ഇപ്പോൾ നിലവിലുള്ള യൂട്യൂബേഴ്സിനും ഈ ആപ്പിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ ആ ആപ്പ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആപ്പിൻ്റെ പേര് പിക്സൽ ലാബ് എന്നാണ്. ഈ ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് അറിയാനും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. അതുമാത്രമല്ല, പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് യൂസ് ചെയ്യുന്നത് 10 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. അതായത് 1 കോടിയിലധികം പേര് ഈ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ ഇതുപോലെ അയക്കുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ പിക്സൽ ലാബ് ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ആക്കുക. ഞാൻ ഈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ആക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഡൗൺലോഡ് ആക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഹലോ എന്നും പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ സൈസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലായിട്ട് കൂട്ടുക കുറക്കുക അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ കൊടുക്കാം. നമുക്ക് ഇവിടെ ഒരുപാട് കളറൊക്കെ ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ബ്ലാക്ക് ഒന്ന് സെലക്ട് ചെയ്യാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ AB ഫോണ്ട് എന്ന് പറഞ്ഞാണ്, അതായത് നമ്മൾ ടൈപ്പ് ചെയ്തേക്കണതിൻ്റെ ഫോണ്ട്, അതായത് നമ്മുടെ ലാംഗ്വേജ് അത് ഏത് വേണമെങ്കിലും നമുക്ക് ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്ത് അടുത്തതായത് ഇവിടെ B സ്റ്റൈൽ എന്ന് കൊടുത്ത് കാണും. അതായത് ഈ ആപ്പിന് ഇത്തിരി കൂടി കട്ടി കൂട്ടാനും ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അടുത്തത് നമുക്കിത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് കർവ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും. പിന്നെ ഇവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷാഡോ ഇന്നറിൽ നമുക്ക് ഏതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷാഡോ കൊടുക്കാനുള്ളതാണ്. എംബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിഗ്രി ഇങ്ങനെ കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട കളർ പറഞ്ഞണ്ട നമുക്ക് ഏത് രീതിയിലും നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നുള്ളത് 3D ടെക്സ്റ്റ്. അതിന് നമുക്ക് ഇവിടെ ഇത് കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ രണ്ടാമത്തേലെന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമോജി ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും മാറ്റാം. യൂട്യൂബിൽ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് നല്ലൊരു ആപ്പിന് വേറെ കിട്ടാനില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഒരുപാട് യൂട്യൂബേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അടുത്തതായത് ഇവിടെ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ് കാണും. അതായത് നമ്മൾ ഞെക്കുമ്പോൾ കസ്റ്റം സ്ക്വയർ, യൂട്യൂബ് പ്രൊഫൈൽ സ്ക്വയർ, യൂട്യൂബ് ചാനൽ ബാനർ, യൂട്യൂബ് തബ്നെയിൽ, ഫേസ്ബുക്ക് കവർ ആർട്ട്, ഗൂഗിൾ പ്ലസ് കവർ ഫോട്ടോ, അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ കറക്റ്റ് സൈസിന് എത്രയാണ് 1150 × 720 ഇപ്പോൾ 720 ഹൈറ്റ് എന്നിങ്ങനെ കാണിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് യൂട്യൂബിനകത്ത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള അത്രയുള്ള സൈസിൽ അവരാക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രം ഗാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സെൻഡ് ഒക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ രീതിക്ക് അനുസരിച്ച് എഡിറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ സേവ് ചെയ്യാണ്. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് YT സ്റ്റുഡിയോ പോയിട്ട് നമുക്കിത് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ആപ്പിൽ ഇത്രയും പറയണുള്ളൂ. കാരണം ഇതെല്ലാ യൂട്യൂബേഴ്സിനും വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് 100% തീർച്ച. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെ ഉപകാരപ്പെടട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താഴെ പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ ഇതുപോലെ അയക്കുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഇതിലും നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ. It's me, Mahin Shamas, signing out.